മോഹൻജി ഇതിന് വരുന്ന ഇൻട്രസ്റ്റ് നിരക്ക് 100% ഒക്കെ ആകുന്നു. എന്താ അതിൻ്റെ ഒരു ആ ഒരു പലിശയുടെ? ഫസ്റ്റ് തന്നെ ഇതൊരു ഇല്ലീഗൽ ആപ്പാണല്ലോ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 2 നിയമങ്ങൾ വേറെ ഉണ്ട്. കേരള മണി ലെൻഡേഴ്സ് ആക്ട് ഉണ്ട്, കേരള ചാർജിങ് ഓഫ് എക്സോർബിറ്റൻറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2012 വന്നൊരു നിയമമുണ്ട്. അപ്പോൾ അത് പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ്സ് എല്ലാം 38% 40% വാങ്ങാൻ പാടില്ല. ക്ലിയർ, അത് വളരെ ക്ലിയർ ആണല്ലോ. കാരണം ശരിക്കും നിയമം അനുശാസിക്കുന്ന എത്ര ശതമാനമാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മറ്റേ എക്സോർബിറ്റൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം 18% മേലെ വാങ്ങുവാണെങ്കിൽ അത് എക്സോർബിറ്റൻ്റ് ആണ്. അപ്പോൾ അത് വാങ്ങാൻ പാടില്ല, കേരളത്തിലെ നിയമങ്ങളാണ്. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ഡീറെഗുലേറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിനെ. ഇപ്പം അത് പക്ഷേ അതിന് കുറേ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഒരു സെക്യൂർഡ് ലോണൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 12%, അൺസെക്യൂർഡ് ലോൺ ആണെങ്കിൽ 18% മേലെ പോവുകയാണെങ്കിൽ അത് ഫെയർ കോഡ് എന്ന് പറഞ്ഞിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർമിഷൻ കൊടുക്കും. 18% ഏത് ലോണാണ് ശരിക്കും വരുന്നത്? ഇത് മാക്സിമം അൺസെക്യൂർഡ് ലോൺ. അതെന്താണ്? ഒരു സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കുന്ന ലോണുകൾ. ഇപ്പോൾ ഗോൾഡ് ലോണൊക്കെ സെക്യൂർഡ് ലോണാണല്ലോ. ഇതിന് ഒരു സെക്യൂരിറ്റി ഇല്ല, കൊളാറ്ററലും ഇല്ല, പേഴ്സണൽ ഗ്യാരണ്ടി. അതെങ്ങനെ ഈടാക്കാൻ നേരം ഈ 15%? അതാണ് റിസ്ക്. അതാണ് 15% വാങ്ങുന്നത്. മാക്സിമം ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരളത്തിലെ എക്സോർബിറ്റൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോൺ കൊടുക്കുന്നുണ്ടോ ശരിക്കും? ഇപ്പം അത് കൊടുക്കാം, ആളെ നോക്കിയിട്ടും. ഇപ്പോൾ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ അതെല്ലാം ലീഗലാണെങ്കിൽ, ഇതൊക്കെ ലീഗലാണെങ്കിൽ റിട്ടേൺസ് കൃത്യമായി ഫയൽ ചെയ്യണം, അതിൽ ഇൻകം കാണിക്കുന്നുണ്ട്. അപ്പോൾ സിബിൽ സ്കോർ നല്ലതാണ്, സിബിൽ സ്കോർ നന്നായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇൻകം നോക്കിയിട്ട് ഒരാൾക്ക് ഒരു 4 ലക്ഷം ഇൻകം ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഒരു 2.5 ഇരട്ടി വരെ കൊടുക്കും, വേറെ ലോണൊന്നും ഇല്ലെങ്കിൽ. കാരണം അയാൾക്ക് അറിയാം ഇതിപ്പം തിരിച്ചടക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. ഇപ്പൊ ഈ ലോൺ ആപ്പുകൾ സത്യത്തിൽ അവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പൈസ കൊടുക്കുന്നത്? ഇത് ഇവർ ഇങ്ങനെ എക്സോർട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കാൻ ഭീഷണിപ്പെടുത്തുക. എന്തൊക്കെ മെത്തേഡ് അവർ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മെത്തേഡ്? എക്സ്റ്റോർഷൻ, ഈ പറഞ്ഞ കോൺടാക്ട് ലിസ്റ്റ് കിട്ടി, മോർഫ് ചെയ്യുക, എല്ലാവരും ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ മാതിരി എല്ലാവരും പറഞ്ഞിട്ട് ഇവനെ ഇൻസൾട്ട് ഡാമേജ് ചെയ്യുക. അപ്പോൾ അവൻ്റെ ഇതിന് ഒരു ഡാമേജിങ് ഇത് സംഗതി തന്നെ. മെയിൻലി ഒരു ഇൻസൾട്ട് ചെയ്തിട്ട് ഡാമേജ് ചെയ്തിട്ട് എക്സ്റ്റോർട്ട് ചെയ്ത് എല്ലാം ഒരു കോമ്പിനേഷനിൽ ആളെ നോക്കിയിട്ട് പ്രവർത്തിക്കും. അവരെ കുടുംബം തകർത്തു കളയും ആ ലെവലിൽ. ഇതെന്തുകൊണ്ട് സർക്കാരിന് നിരോധിക്കാൻ കഴിയുന്നില്ല ഗവൺമെന്റിന് ഈ ലോൺ ആപ്പുകൾ? ഇതിപ്പോ മൊബൈൽ തുറക്കുമ്പോൾ തന്നെ വരികയാണല്ലോ, നിങ്ങൾക്ക് എത്ര പണം വേണം, ഒരു രേഖയും വേണ്ട. എന്താണ് അതിനെ കാണുന്നത്? അത് എന്താ പറയാ, ഞങ്ങക്ക് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്താല് ലീഗൽ സൈഡും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഫ്രീഡം ഓഫ് ഞങ്ങളെ റൈറ്റ്സ് ഇല്ലേ, അതിനെയാണ് ഞങ്ങൾ സുപ്രീം കോർട്ട് പോയാലും ആ റൈറ്റ്സിലാ പിടിച്ചു നിൽക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണ്ടെങ്കിൽ ലീഗലിയും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഡിജിറ്റൽ എന്ന് പറഞ്ഞ സാധനയും സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ആവുമ്പം ഇത് ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. അപ്പോൾ ഇവരെ ഹെഡ് ഓഫീസ് മറ്റേതെല്ലാം ചെയ്യണം. അവർക്കും ഞങ്ങൾക്കിപ്പം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിന് ആപ്പ് ഡേഞ്ചറസ് ഗെയിമിംഗ് ആപ്പ് വന്നപ്പോ കുറെ ആത്മഹത്യ വന്നില്ലേ, ഗെയിമിംഗ് ആപ്പ്. കൊറിയക്കാരനെല്ലാം അത് സ്നേഹിച്ചിട്ടല്ലേ +2 വിദ്യാർത്ഥി പറയുന്നത്. അത് കൊറിയക്കാരനായിരിക്കില്ല, അവരതാക്കിയ. പക്ഷേ ആ ആപ്പ് നിരോധിക്കാനേ അപ്പം പറ്റുള്ളൂ, ജനറലൈസ് ചെയ്തില്ല. പിന്നെ പറഞ്ഞ ഒരു ഇത് നിങ്ങൾ നവാസ് ഇത് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഈ 18,000 വീണ നിതിൻ രാജ് വീണ? നിതിൻ രാജ് ഈസ് എ സ്മോൾ ഫ്രൈ. വലിയ ജഡ്ജല്ലേ ഡിജിറ്റൽ അറസ്റ്റിന് പോയി വീഴുന്നു, വലിയ വക്കീലുമാരിൽ വീഴുന്നു, ഡോക്ടർമാർ വീഴുന്നു, വലിയ വ്യാപാരികൾ. എല്ലാ ഇതും ഞങ്ങളൊരു ₹1 കുറഞ്ഞാൽ എങ്ങനെ പിടിക്കണം എന്ന് അറിയുന്ന വ്യാപാരികൾ 47 ലക്ഷം പിടിച്ചത്. നൈജീരിയയില് മറ്റേ അടിച്ചിട്ട് ഇൻട്രസ്റ്റ് 2 കോടി, 2 ലക്ഷം തന്നാൽ 2 കോടി കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം വളപട്ടണത്തെ മരവ്യാപാരിനെ കാണാൻ ഞങ്ങൾക്ക് തന്നെ വളവട്ടെടുത്ത് ആ ഊട് വഴി അറിയില്ല, നൈജീരിയക്കാരനെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഓടിച്ചിട്ട് പിടിച്ച 6 കൊല്ലം മുമ്പേ അവിടെ എത്തി. അതോ ഈ ആപ്പൊന്നും ഉപയോഗിക്കാത്ത ഈ വ്യാപാരി അധികം ഡിജിറ്റലായിട്ട് കളിക്കാത്ത ഞങ്ങൾക്ക് പോലും അറിയില്ല ആ ആപ്പ് ഏതാണ് ഡിജിറ്റൽ കളിക്കുന്ന മരത്തിന്റെ വ്യാപാരം. ഈ ലോൺ ആപ്പിൽ പൈസ വാങ്ങിയവർക്കെതിരെ ഈ അശ്ലീല വ്യാജ ഇത് ചെയ്തിട്ട് മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും സ്ത്രീക്കുള്ള ചിത്രങ്ങളും അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് അമ്മേനെ മോർഫ് ചെയ്തിട്ട് കാണിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ കണ്ണൂർ പോലീസ് നോയിഡയിൽ നിന്ന് പിടിച്ചിരിക്കുന്ന റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് കണ്ട രംഗങ്ങളിലെ പോലീസ് തന്നെ ഞെട്ടിയിട്ടുള്ളത്. അത്രയധികം രംഗങ്ങൾ ഇവനെ ചിത്രം വെച്ചിട്ട് ഇവനെ അതൊരു അത്ഭുതമല്ല. എന്തറിയാ, ഇനി അതിലും ഭീകരം നിയമം ഇതല്ല. ഇപ്പൊ ഈ കാലത്ത് വരുമ്പം ഇനി ഇയാള് ലോണൊന്നും എടുക്കണ്ട, ഞങ്ങളെ ഫോട്ടോ എടുത്തിട്ട് ഇനി വരുമോന്ന് നോക്കിയാൽ മതി. നിയമപരമായിട്ട് നിയമം എങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ
നിതിൻ രാജ് എന്ത് ചെയ്യണേനു? ഇവർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇന്നേ ആപ്പാന്ന് പറഞ്ഞ ഒരു സൈബർ ക്രൈംസ് കൊടുത്താൽ ഈസി ആയിരുന്നു അതിന്. അതാണ് ആ ബുദ്ധി ആ കുട്ടിക്ക് ഇല്ലാതായി. പോലീസ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമ്പോ 18-3-0 വിളിക്കാനെന്ന് പറയുന്നില്ലേ? അതിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ മനുഷ്യാവകാശ പ്രവർത്തനാണല്ലോ താങ്കൾ. ഇതിനകത്ത് നിങ്ങളുടെ ഭാഗത്തുള്ള ഞങ്ങളെ ഭാഗത്തുനിന്ന് ഒന്നും മനുഷ്യാവകാശ പ്രവർത്തനം ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. നിതിൻ രാജ് അന്ന് ഒന്നേ ചെയ്യേണ്ടു ആ ഒരു മൂവ്മെന്റ്. അതുകൊണ്ടാണ് നിതിൻ രാജിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിതിൻ രാജിനെ പോലത്തെ ആളോടും ഇങ്ങനത്തെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ അന്ന് ആ പ്രിൻസിന്റെ റൂമെന്ന് ഇതായി തെറ്റ് പറ്റി 18,000 ഓക്കെ ചീത്ത പറഞ്ഞു. നിതിൻ രാജ് അന്ന് പുറത്തിറങ്ങി ഗേറ്റിന്റെ പുറത്ത് ഒന്ന് ഇറങ്ങി നിന്ന് ഒരു ഇതേപോലെ കണ്ണൂർ വിഷൻ ഏതൊക്കെ ഒരു വിഷൻ ആൾക്കാരെയും വിളിച്ച് എന്റെ പ്രശ്നം ഇതാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇരുന്നെങ്കിൽ ഞങ്ങളെ പോലത്തെ ആൾക്ക് മനുഷ്യാവകാശത്തിന് ബാക്കപ്പ് ചെയ്യാൻ ഇന്ന് ഈ ജാഥ ജീവനോടെ ഇരിക്കുന്ന നിതിൻ രാജിന്റെ ബാക്കപ്പിലേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. നിതിൻ രാജും ഇപ്പോഴത്തെ കുട്ടികൾ ഈസി ഇതിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇതിലും ഭീകരമായിരുന്നു. ഒന്നും കൂടി പറഞ്ഞിട്ട് അവസാനിക്കുക. സങ്കടമുണ്ട്. എന്താ പറയുക, ഞങ്ങൾ സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റിയിലും പോയി വന്നയാ ഞങ്ങൾ. അപ്പോൾ ഒരു കുട്ടി പോയി എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഫീൽ ചെയ്യുന്ന ആ ഒരു ഫെലോ ഇത് എന്താ പറയുക, രോഹിത് വെമുല, രജനി, ജിഷ്ണു, ഈ നിതിൻ രാജ് എന്നെല്ലാം കേൾക്കുമ്പോ അടിക്കുന്നു. എന്താ പറയാ, ഒരിക്കലും ഞങ്ങൾ പോയ വഴിയിൽ അങ്ങനത്തെ ഒരു കുട്ടി വീണിട്ടില്ല. ഞങ്ങൾ പോയ വഴിയിൽ ഒരു കുട്ടീനെ വീഴാൻ ഞങ്ങൾ അധ്യാപകരും അനുവദിച്ചിട്ടില്ല, നമ്മളെ സമൂഹം അനുവദിച്ചിട്ടില്ല. ഇതില്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞങ്ങൾക്ക് അപ്പൊ ഒരു കാര്യമായ റൂട്ട് കോസ് കണ്ടെത്തിയേ അധ്യാപകരും വിദ്യാർത്ഥികളും അത് ഈ ഇവിടെ ഏറ്റവും വലിയ കേരളത്തിൽ എന്തിനും നിലവിളിക്കുന്ന സ്റ്റുഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് കുട്ടി മരിച്ച ശേഷമല്ലേ? KSUSF അതാണ് ഇവിടുത്തെ അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ്സിലെങ്കിലും ക്ലാസ്സിൽ ഒരു ലീഡർ, അസിസ്റ്റന്റ് ലീഡർ, അങ്ങനത്തെ ഒരു സിസ്റ്റെങ്കിലും വേണം. പൊളിറ്റിക്സ് ഇല്ല. പൊളിറ്റിക്സ് ടൂ മച്ച് പൊളിറ്റിക്സ് മോശമായോണ്ടല്ലേ ഈ ഒരു സിറ്റുവേഷൻ സെൽഫ് ഫിനാൻസിൽ വന്നത്. അപ്പൊ ഒരു അവർക്ക് പിന്നെ ഇപ്പൊ നെറേറ്റീവ് ആക്കുന്ന ഇന്നത്തെ കണ്ടില്ലേ, തെറ്റില്ല ആപ്പാകുമ്പോ എഴുതി കൊടുത്ത് ദ്രൗപദി ദുര്യോധന സദസ്സിൽ നിന്ന പോലെയല്ലേ ഉണ്ടായ നിതിൻ രാജ്. അപ്പൊ ആ കുട്ടീനെ ഇതാക്കുമ്പം ഒന്ന് പറയാം, ഈ നെറേറ്റീവ് എഴുതുമ്പം ഈ കുട്ടിയെ ഈ ഇതിലേക്ക് പോകുമ്പം നിങ്ങൾ എപ്പെങ്കിലും നിങ്ങൾ അവനെ വാൺ ചെയ്തോ, എന്തെങ്കിലും ഒരു ഓന്റെ ഫെലോ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചോ? ഒന്നും ഇപ്പാണ് മാനേജ്മെന്റ് ഒന്നേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ നെറേറ്റീവ് ഇന്ന് മാനേജ്മെന്റ് ഇറക്കിയില്ലേ, ഇന്നത്തെ നെറേറ്റീവ് നവാസ് ശ്രദ്ധിച്ചല്ലേ, ആപ്പിന്റെ പ്രശ്നം മാത്രമാണ് ഇതിലെത്തുള്ളൂ. നിങ്ങൾ അവിടെ ഒരു തെറ്റുണ്ടെങ്കിൽ കുട്ടി മരിച്ചു തുള്ളിച്ചാടി, എന്തുകൊണ്ട് നിങ്ങൾ ഒരാൾ പോലും ആ വീട്ടിലേക്ക് പോയില്ല? ഒരു കുട്ടി പോയില്ല, ഒരു മാനേജ്മെന്റ് പോയില്ല. എവിടെ എത്തിയ സ്ഥിതി? ഒരു കുട്ടി മരിച്ചിട്ട് നിലത്ത് വീണിട്ട് കാക്ക മരിച്ചാൽ പോലും കാക്കകൾ കൂടെ ചെന്ന് ഞങ്ങളെ ഇലക്ട്രിക് ലൈനിന്റെ ചുറ്റും കാക്ക കണ്ടില്ല, പക്ഷികൾ കണ്ടില്ല, നായ്ക്കൾ കണ്ടില്ല, ജീവികൾ കണ്ടില്ല. അതുപോലും അഞ്ചരക്കണ്ടി ഇതിൽ ഉപയോഗിച്ചില്ല. പിന്നെ ഒന്നും എനിക്ക് പറയാണ്ട്, കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കും. ഇവർ പണ്ടേ അഞ്ചരക്കണ്ടിയിലെ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയാണ്, പക്ഷേ അവർ ബ്യൂട്ടിഫുള്ളി അഞ്ചരക്കണ്ടി അതിന് പകരം കണ്ണൂർ എടുത്ത വാക്കിട്ടപ്പോ നാട്ടുകാർ വിചാരിക്കും കണ്ണൂരിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അതാണ് ഫാദർ ബിബിനോട് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. കാരണം എല്ലാ കുട്ടികളെയും ഒരുമിച്ച് പഠിപ്പിക്കാനുള്ള ആദ്യത്തെ വിദ്യാലയം തുടങ്ങിയത് ചാവറ കുര്യാക്കോസ് അച്ഛനല്ലേ? അങ്ങനെ തന്നെയല്ലേ അതിന്റെ ചരിത്രം? എന്തായിരുന്നു അതിന്റെ ചരിത്രം? ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക്. ഒരു കാലഘട്ടത്തിൽ കേരള സമൂഹത്തിൽ ഒരു അവർണനും സവർണനും എന്നുള്ള ഒരു വിഭാഗീയത നിലനിന്നിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഭൂതകാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളെല്ലാവരെയും ഒരുമിച്ചിരുത്തി സ്കൂളിൽ പഠിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനം, ആർജവമുള്ള തീരുമാനം എടുത്തിട്ടുള്ള പുണ്യചരിതനായിരുന്നു ചരിത്ര പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഇന്ന് സ്കൂൾ യൂണിഫോമുകളെ കുറിച്ച് തന്നെ എടുക്കാം. എങ്ങനെയാണ് സ്കൂൾ യൂണിഫോമുകൾ ഈ സ്കൂളുകൾ എത്തിച്ചേർന്നത്? തീർച്ചയായും ചാവറയച്ചന്റെ വലിയൊരു വിഷന്റെ പിന്നാമ്പുറമായിട്ടാണ് ഈ സ്കൂൾ യൂണിഫോമുകൾ സ്കൂളിലേക്ക് വരുന്നത്. ഇന്നിപ്പോ അതൊരു വലിയൊരു ആടയാഭരണങ്ങളുടെ ഒരു പ്രകടനമായിട്ട് സ്കൂൾ യൂണിഫോം. പക്ഷെ ഇത് ആദ്യം ചരിത്രത്തിൽ ഇത് വന്നു ചേരുന്നത് അവർണനെ സവർണനെ തിരിച്ചറിയാത്ത വിധം ഒരുപോലെ തോന്നിക്കത്തക്ക വിധം സ്കൂളുകൾ പഠിക്കണം, എല്ലാവരും ഒന്നാകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഈ സ്കൂൾ യൂണിഫോമുകൾ സ്കൂളുകൾ ആരംഭിച്ചത്. അതിന് മുൻകൈ എടുത്ത ചാവറയച്ചനാണ്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ പുസ്തകങ്ങളൊന്നും ഇതൊക്കെ ഇത്തരം ചരിത്രങ്ങളൊക്കെ തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടമാണത്. തീർച്ചയായിട്ടും പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണം എന്ന് പറഞ്ഞ് എല്ലാ ആളുകളെയും എല്ലാ വിഭാഗ
വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരുപോലെ പഠിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തിട്ടുള്ള ആളും അങ്ങനെ സമൂഹത്തിനും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ള ആളാണ് ചാവറയച്ചൻ. അതിൽ നിന്ന് എന്തുകൊണ്ട് ഇന്ന് ഇപ്പൊ കാലം എത്ര കടന്നുപോയി, അപ്പോൾ ഈ റാമിനെ പോലുള്ള ഒരു ബിരുദൻ നമ്മുടെ കുട്ടികളെ ജാതിയുടെ പേരിൽ അപമാനിക്കുക, നിറത്തിൻ്റെ പേരിൽ അപമാനിക്കുക, തടിയുടെ പേരിൽ അപമാനിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ അധ്യാപകരാകുന്നു? താങ്കളൊരു അധ്യാപകനല്ലേ, എന്തേ നമ്മുടെ അധ്യാപകർ ഇങ്ങനെയാകുന്നു? തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയൊരു സമൂലമായ മാറ്റം വ്യക്തി ജീവിതത്തിൽ വേണ്ടതാണ്. എന്നാലും അത്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ആളുകൾ ഇപ്പോഴും സമൂഹത്തിൽ ചെറിയ തോതിൽ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാറില്ല, ഞങ്ങൾ മാറില്ല. എന്താണ് ഡോക്ടർ? ഞാൻ ഫാദർ പറഞ്ഞടുത്ത് പറയാം. എന്താ പറയുക, ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്രിസ്ത്യൻ ഇതില് സ്കൂൾ പഠിച്ച സെന്റ് മൈക്കിൾസ്. അപ്പൊ ഫാദർ ചെറിയാൻ ഫാദറിനും എൻ്റെ ഇത് ഭയങ്കര റിച്ച് എന്ന് പറഞ്ഞാൽ ആ ഫാദർ സാധാ പോലെ ഫാദറായിട്ട് വന്ന ഇതല്ല. എന്താ പറയുക, വലിയ റിച്ച് ഫാമിലിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നിട്ട് MLC വലിയ വലിയ ആൾക്കാരല്ലേ, MLA പകരം മുന്നേ MLC എല്ലാം ഉള്ള ആ ഫാമിലിയിൽ നിന്നെല്ലാം വന്ന് ഭരിക്കാനും അറിയാം, പണമുണ്ട് എല്ലാം ഉണ്ട്. അത് ഫാദർ എടുത്ത് ഒരു പവർ ബി വന്നാലൊന്നും ഫാദർക്ക് ഒരു പുല്ല് പോലെയാണ്. എന്താ പറയുക, ഫാദർക്ക് ആരെയും ഒരു രാഷ്ട്രീയക്കാരൻ വന്നപ്പോഴൊക്കെ ഇങ്ങനെ കുഞ്ഞ് ഒന്നുമില്ല, എല്ലാം പൈസക്ക് ഒരു വിലയില്ല. അതുകൊണ്ട് എല്ലാവരും ഈക്വലായിട്ട് കാണേണ്ട പഠിപ്പിച്ച ഫാദറായിരുന്നു ചെറിയാൻ ഫാദർ. അതില് മെയിൻ ആയിട്ട് ഈ യൂണിഫോം ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് സെന്റ് ഫാദറെ ഇതെന്തെന്ന് അറിയാം, 2000ഓളം കുട്ടികളുള്ള ആ ഫാദറെല്ലാം മഗ്നാനിമിറ്റിയാണ്. കൊല്ലത്തിന്റെ അവസാനം നിങ്ങളെ പാൻറ് ഷർട്ടും അലക്കിയിട്ട് നിങ്ങൾ ഇസ്തിരി ഇട്ടിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ വലിയ കുട്ടിയായാലും വേറെ പാൻറ്റും ഷർട്ടും അല്ലേ ഞങ്ങളെ വീട്ടിൽ നിന്ന് വാങ്ങും, എന്നിട്ട് കൊണ്ടുവരും. അത് ഇതിന്റെ ചുറ്റുമുള്ള സ്നേഹാലയം അനാഥാലയങ്ങൾക്കെല്ലാം കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് കൊടുക്കാൻ വീട്ടിൽ നിന്ന് അരി പരിപ്പെല്ലാം കൊണ്ടുവരാം. ഓരോരാൾ ഓരോരോ ഇഷ്ടമുള്ള 1 കിലോ 1/2 കിലോ എല്ലാം, എന്നിട്ട് അതെല്ലാം എക്യൂമുലേറ്റ് ഒരു 2000 ആൾ കൊണ്ടുവരുമ്പോൾ അതൊരു വലിയ എക്യൂമുലേറ്റ്. ഈ അനാഥാലയത്തിൽ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം എല്ലാരെയും പഠിപ്പിച്ച ഫാദർ, ആ മെഗ്നാനിമിറ്റി നോക്കിയ അങ്ങനെ പഠിപ്പിക്കുന്ന ഫാദർ. അപ്പൊ ഒരു കുട്ടി പോലും ചില സമയം ഞങ്ങളെ ക്ലാസ് തന്നെ പാവപ്പെട്ട കുട്ടീനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്കും കൊടുക്കുന്നുണ്ടാവും, അതൊന്നും അറിയില്ല. അങ്ങനെ ഇതാക്കി എടുത്താണ് ഈക്വാലിറ്റിയാണ് മെയിൻ അല്ലെ. ബോഡി കറുത്തോൻ വെളുത്തോൻ എന്നങ്ങ് വിളിച്ചാലും ഓനെ അടിച്ച് പമ്പരം പോലെ കളക്കിയിട്ട് ജാതി ഏതാ മതം ഏതാന്ന് പോലും ചിലയുണ്ടല്ലോ പേര് ജെയ്സൺ എന്നല്ല. ഞങ്ങള് സ്കൂളിൽ തീരുന്നവരെ വിചാരിച്ച ക്രിസ്ത്യനാന്ന്, പക്ഷെ ഹിന്ദുവിൻ ആർക്കും അറിയില്ല, ആരും കളിച്ചുകൊണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയാ, ആൽവിൻ ടോഫ്ലർ, അതാ ഞാൻ ആ വായിച്ച 74 എഴുതിയ ബുക്ക് ആൽവിൻ ടോഫ്ലർ. മറ്റേ വിഖ്യാതമായ ബുക്കില് 50 കൊല്ലം കഴിഞ്ഞ അയാൾ അന്ന് പറഞ്ഞത്, നിങ്ങൾ പോകുന്ന ഇപ്പൊ ഒരു ടെക്നോക്രാറ്റ് ഏജ് അല്ലേ, ഇലക്ട്രോണിക് ഏജ് എന്ന് പറയും. എല്ലാ ടെക്നോളജി നിങ്ങൾ ഭരിക്കുമ്പോ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പഴയതില് നിങ്ങൾ ആ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 100 years ബാക്കിൽ ഒരു ദുരാചാരവും മറ്റേതെല്ലാം ഗോഡ്സും മറ്റെല്ലാം നിങ്ങൾ അതിലേക്കാ പോവാ. ടെക്ട്രോണിക് വന്നിട്ട് ടെക്ട്രോണിക് ഏജിൽ നിങ്ങൾ ശരിയല്ലേ, നമ്മളിപ്പോ ആൾ ദൈവത്തിന്റെ അടുക്ക് നാസിക്കില് പോയിട്ട് പീഡനം ഏറ്റുവാങ്ങുന്നത്, 150 തന്നെ പീഡിപ്പിക്കുന്നത്, ആൾ ദൈവത്തിന്റെ അടുക്ക പോന്ന് ഇതിടുന്ന് ദുരാചാരം, നമ്മളെ എലന്തൂറില് മനുഷ്യന് തിന്നുന്നു ദുരാചാരം, നരബലി നടത്തുന്നു. ഇപ്പവും ചുറ്റും എത്ര മൃഗങ്ങളെല്ലാം കൊല്ലുന്ന എടുത്തുണ്ട്, ഇവിടെ ബാൻഡാണ്, എന്നിട്ടും കൊല്ലുന്നില്ല ഇല്ലീഗൽ വിശ്വാസത്തിന്റെ പേരിൽ. ഇത് ഇന്ത്യയിൽ അത് കൂടുതൽ. ടെക്ട്രോണിക് 21st century എന്ന് പറയെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും, ചിലയെടുത്ത് ബാക്ക് ടു ബാർബാറിക് ഏജ്, വേഷത്തില് നിയോ ഏജ്, ചെയ്തികളിൽ ഇത്, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഇതെല്ലാം സാധനം കിടക്കുന്ന മാനിഫെസ്റ്റേഷൻ. റാം എന്ന മാനിഫെസ്റ്റേഷന്റെ ഉള്ളിലെ കണ്ടത് റാമ മാത്രല്ല, അങ്ങനത്തെ കുറെ റാമന്മാരുണ്ട്. വേറെ ഒന്നും കൂടി പറയാം, സർവകലാശാലയിൽ ഇപ്പൊ ഞാൻ ആ പേര് പറയുന്നില്ല, എന്താ പറയാ അലോട്ടഡ് ഇതായുണ്ട്. സർവകലാശാലയിലും നമ്മളെ റെപ്യൂട്ടഡ് കോളേജും കണ്ണൂരെല്ലാം ഏറ്റവും വലിയ കോടാലിക്കായി ഇന്റേണൽ അസസ്മെന്റ് ആണ്. അതും ഞാൻ പറയാം, എന്താ ഞാൻ ഉള്ളപ്പാണ് ഇന്റേണൽ അസസ്മെന്റ് 50% ആക്കുന്ന ഈ ഇത് വന്ന റിവ്യൂ വന്നപ്പോ ഞാൻ എന്റെ യൂണിവേഴ്സിറ്റിയിലെ ലീഗൽ ഇതിനോട് പറഞ്ഞു, നിങ്ങൾ 50% ആക്കുന്നുണ്ടെങ്കിൽ 50 എക്സ്റ്റേണൽ ഉള്ളൂ, ഇവരുടെ കയ്യില കൺട്രോൾ. അപ്പം 50% ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ
അധ്യാപകരെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് തരണം. അത് ഒരിക്കലും കൊടുത്തില്ല. അവിടെയാണ് തെറ്റ് പറ്റിയത്. ആ ഇവാലുവേഷൻ ഇല്ലാത്തപ്പോൾ ഇന്റേണൽ അസാസിനേഷനാണ് നടക്കുക. അവരെ കയ്യിലൊക്കെ നല്ല ഒരു അധ്യാപകൻ ഇല്ലെങ്കിൽ വി ആർ ഡൺ ഇൻ. ആ ഡൺ ഇൻ ആണ് പെട്ടുപോകും. അത് ഹയർ ഗൈഡിലുണ്ട്, മറ്റേ ഡോക്ടറേറ്റിൽ വരാം, താഴെയുള്ള ക്ലാസ്സിലേക്ക് വരാം. ഡോക്ടറേറ്റിലെല്ലാം എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് പെൺകുട്ടികളെല്ലാം ചിലയിടത്ത് പലതും ഡോക്ടറേറ്റ് ഉള്ള തലശ്ശേരിയിലെ കുട്ടീനെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടല്ലേ ഹെഡ് പീഡിപ്പിച്ചത്. ഈ 6 months എത്ര കൊല്ലം കഴിഞ്ഞ കൊല്ലം അതൊന്നു മാത്രം ആ കുട്ടി പറയാൻ പറ്റിയോണ്ടല്ലേ പറഞ്ഞത്. അതേപോലെ കോളേജിലും പല ഹെഡും റെപ്യൂട്ടഡ് ഹെഡ്. പക്ഷെ അച്ഛനോട് ഞാൻ പറയും കൊടുക്കണം. പക്ഷേ കുട്ടീന്റെ ഭാവി ഓർത്തിട്ട് രണ്ടിലും പെട്ടിരിക്കുന്നില്ല. ഞാൻ നേരെ കണ്ടേ ഹ്യൂമൻ റൈറ്റ്സ് ഞാൻ പലതിലും കണ്ടിട്ട് ഇതിൽ തന്നെ കണ്ടിട്ട് നമ്മളെ രാത്രി ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ പറയാ, കുട്ടി പറയാൻ റെഡിയല്ല. കുട്ടി മാനസികമായി തരുന്ന ഡോക്ടറേറ്റിനെല്ലാം കൊണ്ട് ബ്രില്യന്റ് റാങ്ക് ഹോൾഡർ കുട്ടി ഇപ്പം താണുപോയി. ഇതിന്റെ ഓരോരോ കക്ഷിന്റെ ഇതുകൊണ്ട് അതുകൊണ്ട് ഇവർ മോണിറ്റർ ചെയ്തേ പറ്റൂ. ഇന്റേണൽ അസസ്മെന്റിനെ മാറ്റിമറിച്ച് ഇവരെ മോണിറ്റർ ചെയ്യാൻ ഞങ്ങളൊരു ICC കംപ്ലൈന്റ് സെല്ല് വെക്കുന്നില്ലേ, മറ്റേ ഈ കേസ് പ്രകാരം ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി. അതേപോലെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഇവരെ എതിരെ സ്റ്റുഡൻസിന്റെ എവാലുവേഷനിൽ ഇവരെയും നിരന്തരം പരാതിയുള്ള ആൾക്കാരെ നോട്ട് ചെയ്തിട്ട് അക്കൗണ്ടബിൾ ആക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. തീർച്ചയായിട്ടും സാർ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അധ്യാപകരെ വിലയിരുത്തുന്ന ഒരു സംവിധാനം എല്ലാ സ്ഥാപനങ്ങളും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. എന്നാൽ റെപ്യൂട്ടഡ് ആയിട്ട് സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. എല്ലാ സെമസ്റ്ററുകളുടെയും അവസാനത്തിൽ കുട്ടികൾക്ക് ഇവാലുവേഷൻസ് ഓൺലൈൻ നടത്താനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ള കോളേജുകളും കേരളത്തിലുണ്ട്. ഈ കുട്ടികളെ ഇന്റേണൽ മാർക്കിന്റെ PhD ചെയ്യുന്ന കുട്ടികളുടെ എല്ലാം ഈ പറയുന്ന ഒത്തിരി ഇൻസിഡൻസ് എൻ്റെ എല്ലാം ശ്രദ്ധയിൽ തന്നെ ഉണ്ട് പല കേസുകളിലും. എന്തുകൊണ്ടാണ് ഈ അധ്യാപകർ പഠിച്ച് വലിയ ഡോക്ടറേറ്റ് ഉള്ളവരാണല്ലോ ഇവരെ ഈ ഗൈഡ് ചെയ്യുന്ന ആളുകൾ, എന്തേ ഇത്ര നികൃഷ്ടമായ മനസ്സിനുടമകളായി മാറുന്നത്? എന്തുകൊണ്ടായിരിക്കും അത്? ഇപ്പം എണ്ണം കൂടി വരുന്നുണ്ട് ഫാദർ. ഇപ്പം അത്തരം കേസുകളുടെ എണ്ണം കൂടി. ഇപ്പോൾ തലശ്ശേരി ഒരു FIR ഇട്ടു. പല സ്ഥലത്തും കുട്ടികൾ സ്വകാര്യമായിട്ട് നമ്മളൊക്കെ ഷെയർ ചെയ്ത് നമ്മളൊക്കെ പോയി അടിച്ച കേസുകൾ വരെയുണ്ട്. അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗം യുവജന വിഭാഗം ഒന്നിച്ചു പോയിട്ട് ഈ പ്രൊഫസറെ എടുത്തിട്ടിട്ട് രാത്രി അടിച്ചിട്ട് റൂമിലിട്ട് വന്ന് സംഭവമൊക്കെ വ്യക്തിപരമായി നമുക്കറിയാം. എന്താ ഇങ്ങനെ ഒരു ഇത്ര മോശക്കാരായി പോകുന്നു ഇവർ? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കുട്ടികളുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യാനുള്ള ടെൻഡൻസി കൂടി വരുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ സത്യം പറഞ്ഞാൽ എങ്ങനെ നിയമങ്ങൾ കാർക്കശ്യമാക്കുന്നതിലൂടെയാണ് നമുക്കതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. നിയമങ്ങൾ കുറെ കൂടി കാർക്കശ്യമാക്കുക, നിയമത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റണം. അങ്ങനെ നമുക്കതിനെ തീർച്ചയായിട്ടും സമൂഹത്തിന് ഒഴിവാക്കി നിർത്താൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലേ? നിങ്ങളുടെ ഈ നമ്മുടെ ഈ ലോൺ ആപ്പ് ആളുകൾ ഇപ്പോൾ കുട്ടികളൊന്നും പോയി പെടാതിരിക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. അവർക്ക് വേറെ എങ്ങനെയൊക്കെ പൈസ കിട്ടും? ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നു, ഇപ്പം ഈ നിതിൻ രാജ് പൈസ എടുത്തത് അമ്മയുടെ ചികിത്സയ്ക്കാണെന്ന് എൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 25,000 രൂപയ്ക്ക് ആവശ്യം വന്നാൽ അങ്ങനെ ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് അത് കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സഹകരണ ബാങ്കുകൾ പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് വഴികൾ? ഇല്ല, ഇപ്പോൾ പല വഴികളുണ്ട്. ഇപ്പോൾ ബാങ്ക്സിന് പോയാൽ പേഴ്സണൽ ലോൺസ് ബാങ്ക്സ് കൊടുക്കാറുണ്ട്. കല്യാണത്തിന് ആവശ്യത്തിനും ഒരു 2 ലക്ഷം വരെ ഒന്നും കൊളാട്രൽ ഇല്ലാതെയാണ് ഇപ്പോൾ പല സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കണം. അപ്പം റീസൺ പറഞ്ഞാൽ പേഴ്സണൽ ആവശ്യങ്ങൾക്കാന്ന് പറഞ്ഞാൽ പോലും അവരുടെ പാരൻസിൻ്റെ ഗ്യാരണ്ടീൻ്റെ മേലെ അല്ലെങ്കിൽ ഇയാളെ ഫ്യൂച്ചർ ക്വാളിഫൈ ചെയ്തിട്ട് വരാൻ പോകുന്നില്ലേ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണിൽ അത് ആ ബേസിലാണ് കൊടുക്കുന്നത്. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ അവർ ലോൺ തിരിച്ചു വാങ്ങുന്നത്. അപ്പോൾ പല ബാങ്ക്സിനും ഇങ്ങനൊരു സംവിധാനം ഉണ്ട്. അപ് ടു 2 lakh rupees കൊടുക്കാനുള്ള അവർക്ക് പവേഴ്സ് തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. സെക്കൻഡ്, ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ടീച്ചർ എടുത്തോ അല്ലെങ്കിൽ ഒരു സ്വന്തം ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, അതിനെ കൊണ്ട് ചോദ്യം അത് അന്വേഷിച്ചാൽ തന്നെ അതിൻ്റെ അറിയാതിരിക്കില്ലല്ലോ. ഇപ്പോഴത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ട് അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ChatGPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. ഇതൊക്കെ ഈ ആപ്പിനെ കൊണ്ട് അന്വേഷിച്ചാൽ അപ്പം തന്നെ വിവരങ്ങൾ കിട്ടുമായിരുന്നു. പൈസ തരാന്ന് പറഞ്ഞാൽ ഓടിച്ചാടി അതിൻ്റെ പുറകെ പോകുക. ശരി, ഇനി ഇത്തരം ഭീഷണി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വക്കീലെ? ഭീഷണി ഇത് ഒന്ന് അതിന്റെ കവറിങ് ഒരു ഇത് പറഞ്ഞോട്ടെ. എന്താ പറയാ, ഇതെല്ലാം പ്രോസസ്സാ. ഈ ലീഗൽ ഇതിന് ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് കൊളാട്രൽ ഒന്നും വേണ്ടാണ്ട് 5 മിനിറ്റ് കൊണ്ട് 25,000 തരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പോകുന്നതെന്നാണ് ഇൻസ്റ്റന്റ് ചെയ്ത്. പക്ഷേ ആ ഇതുണ്ടെങ്കിലും
ഇവർ ഭീഷണിയിലേക്ക് പോകുമ്പോ ഇവർ ഏതായാലും ഫ്രോഡ് അല്ലേ, അപ്പൊ ഞങ്ങളും ഫ്രോഡ് കളിക്കുന്നത് തന്നെയല്ലേ നല്ലത്. അപ്പോ അവരെയും ചതിക്കുക, ആ ചതിവ് സൈബർ ക്രൈംസ് നേരെ പോവാ. അതുകൊണ്ടല്ലേ നിങ്ങൾ ആ ഡിജിറ്റൽ അറസ്റ്റ് പലതും 18:30 വിളിച്ച ഉടനടി അവർ ട്രാക്ക് ചെയ്തോളും, പിന്നെ അത് ചെയ്യും. അത് ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്? ഇത്ര അത് 18:30 അവർ പറഞ്ഞല്ലോ സൈബർ ക്രൈം 1830 എന്ന് പറഞ്ഞ നമ്പർ തന്നെ. അതന്നെയാ സൈബർ ഇതിലേക്ക് നിങ്ങൾ ഇവർ ഇതിലെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ഇവർ ആദ്യം പഠിക്കേണ്ടത് ഞങ്ങൾക്ക് എന്തെല്ലാം പരിരക്ഷ ഉള്ളതെന്ന്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ എന്തെല്ലാം പരിരക്ഷ ആദ്യം പഠിച്ചിട്ട് ആരെല്ലാം നമ്മളെ സെക്യൂർ ചെയ്യാന്ന് ആദ്യം പഠിച്ചിട്ട് ഇതിലങ്ങ് ഇറങ്ങുക. അവര് പറ്റിക്കുന്ന പോലെ തന്നെ അവരെയും പറ്റിക്കുക, അതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ലീഗലും ഇല്ലീഗലും അല്ലെങ്കിൽ നവാസ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഒരു സാധാരണ പയ്യൻ ഇതിനകത്ത് പെട്ടു. ഇപ്പൊ നിതിൻ രാജിന്റെ അവസ്ഥയിൽ ഒത്തിയ ഒരുത്തൻ, അങ്ങനെ 100 കണക്കിന് ചെറുപ്പക്കാർ ഇപ്പൊ ഇത് കാണുന്നവരുണ്ടാവും. അവരോട് നമുക്ക് എന്താണ് പറഞ്ഞത്? എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളത് ലീഗലി പറയാമെങ്കിൽ സൈബർ ക്രൈംസിന് ഇതാക്കലേ നിവർത്തി. നേരെ സൈബർ സൈബർ ക്രൈംസിൽ നിങ്ങൾ പോവാ, സൈറ്റ് തന്നെ പോവാ. ഇനി ഒരു രക്ഷയില്ലെങ്കിൽ സൈബർ ക്രൈം ഓഫീസ് അതാത് ഡിസ്ട്രിക്റ്റിലുള്ള നേരെ പോയിട്ട് അവർ ഗൈഡ് ചെയ്യും നിങ്ങളെ എന്താ ചെയ്യേണ്ടത്. ഞങ്ങളിപ്പോ വിജിലൻസിൽ പോയി കൈക്കൂലിക്ക് പോകുമ്പോൾ ഗൈഡ് ചെയ്യുന്നില്ല. അതേപോലെ ഞങ്ങളെ എപ്പോഴും പോലീസ് സ്റ്റേഷനെ എപ്പോഴും ഒരു ഇതായിട്ട് കാണേണ്ടതില്ല. ഇന്നത്തെ പോലീസ് മാറി. പക്ഷേ ഒന്ന് പറയാനുള്ളത്, സൈബർ ക്രൈമും അവര് സൈബർ ക്രൈംസ് തുടങ്ങി ഇത് ഇവരെ ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് പോകുന്നതിന്റെ 5 കൊല്ലം എഹെഡ് ഓഫ് ടൈംസ് ഫ്രോഡ്സ്റ്റേഴ്സ് എത്തി. അവര് AI ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഈ പഴയ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്താലും അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് മയൻമാർ, കംബോഡിയ, നോയിഡ എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു റൂമിലാ എല്ലാം പരിപാടി ചെയ്യുന്നത്. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. വേറെ ഇപ്പൊ ഈ IPL ക്രിക്കറ്റ് എല്ലാം കളിക്കുമ്പോൾ വാതുവെപ്പ് എന്താ ചെയ്തത്? വാതുവെപ്പ് നടത്തുന്ന കേന്ദ്രം അവര് പിടിച്ചത് 54 crores എല്ലാം ഒരു ദിവസം മറയുന്ന കേന്ദ്രം പിടിച്ചത്. ഇതേപോലത്തെ റൂമും 300 മൊബൈലും വെച്ചിട്ട് TV, റേഡിയോ, മൊബൈൽ ഇത് ഇൻസ്റ്റന്റ് ഗ്രൗണ്ടിൽ നിന്ന് നേരെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് ഇൻസ്റ്റന്റ് ബസർ വാതുവെപ്പെല്ലാം ചെയ്യുന്നത്. ഈ ഒരു റൂം ഉണ്ടെങ്കിൽ, ടെക്നോളജി ഉണ്ടെങ്കിൽ യു ക്യാൻ വിൻ മണി. അതല്ലേ അഹമ്മദാബാദ് നിന്ന് പിടിക്കുന്ന ചിലപ്പോ. ഇതൊന്നും കറക്റ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സെക്യൂരിറ്റി എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവരെ എഹെഡ് ഓഫ് ടൈംസിലേക്ക് പോയി എല്ലാം എന്താ പറയുക. ഇപ്പൊ നിതിൻ രാജ് പിടിച്ചപ്പോ നോയിഡയെ പോയിട്ട് പിടിക്കാനുള്ള നിതിൻ രാജ് നോയിഡയെ പോയി ഇത്രയും ടെക്നോക്രാറ്റ്സിനെ പിടിച്ച ഇവിടുത്തെ SP നിതിൻ, അയാളെ പേര് അയാളെ അമ്മ വിളിക്കുന്ന പേരോട് ആ പേര് ഓർത്തിട്ട് അയാൾ ആദ്യം പിടിക്കേണ്ടത് നോയിഡയിലെ ഓനെ പിടിക്കുമ്പോ തന്നെ. പക്ഷെ റാമിനിയും സംഗീത അമ്പ്യാറും പിടിയില്ലായിട്ടില്ല. അവരിപ്പം മറയത്ത് പിടിച്ചു, അവരെ പിടിക്കും. അപ്പൊ ആപ്പിന്റെ സ്റ്റോറി ആക്കാൻ വേണ്ടി ഓരെല്ലാം സെറ്റപ്പ് ചെയ്യുന്ന പോലെയാ തോന്നുന്നത്. റിയൽ ക്രിമിനൽസിനെ പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ സ്റ്റുഡൻസ് ഹാവ് ലോസ്റ്റ് ലൈഫ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് കിട്ടുന്ന പണത്തിന്റെ പുറകെ നിങ്ങൾ പോകാതിരിക്കുക. അഥവാ പോയാൽ നിങ്ങൾക്ക് പരിരക്ഷ ഇപ്പുറത്തുണ്ട് എന്ന കാര്യം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളും പൈസയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് സൈബർ പോലീസിൻ്റെ സഹായം തേടാം. ജാതി പറയുന്ന റാമുമാരെ നമ്മൾ വെറുതെ വിടില്ല. എന്തായാലും അടുത്ത ദിവസം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം നടക്കുന്നുണ്ട്. അതങ്ങനെ വെറുതെ വിടാൻ ഉത്തരേന്ത്യൻ സംസ്കാരമൊന്നും ഇവിടെ കേരളത്തിൽ വിലപ്പോകില്ല, അനുവദിക്കില്ല എന്ന് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി പറയേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകൾ പുതുതലമുറയ്ക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ ആലോചിച്ച് വേണം ഒന്നിനും ഏർപ്പെടാൻ. കാരണം നിങ്ങൾ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്, നാടിൻ്റെ പ്രതീക്ഷയാണ്, സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ്. ഇവിടുത്തെ യുവതലമുറയാണ് ഈ നാടിൻ്റെ കരുത്ത്, സമ്പത്ത്. വഴിവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് നിറകയ്ക്ക് പറയാനുള്ളത്. പ്രേക്ഷകർക്കും പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.